എല്ലാവർക്കും നമസ്കാരം. +2 ബിസിനസ് സ്റ്റഡീസ് സേ എക്സാം എഴുതുന്ന വിദ്യാർത്ഥികൾ ഓരോ ചാപ്റ്ററിൽ നിന്നും മുൻ വർഷത്തെ സേ എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 8 ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയായിരുന്നു എന്നുള്ളത് ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ കാണാം. +2 ബിസിനസ് സ്റ്റഡീസ് സേ 2025 എന്നുള്ളൊരു പ്ലേലിസ്റ്റ് കാണാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ ചാപ്റ്ററിൽ നിന്നും ഒരു 5 വർഷമായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ചാപ്റ്റർ 9 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇതിൽ ആദ്യം ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ. ഈ ക്വസ്റ്റ്യൻ 2 മാർക്കിനാണ് എക്സാമിന് വന്നിരുന്നത്. 2021 സേ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഇത് കഴിഞ്ഞ വർഷം 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. മൂന്നാമത്തെ വാട്ട് ഈസ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ക്യാപിറ്റൽ സ്ട്രക്ചറും കഴിഞ്ഞ വർഷം തന്നെയാണ്, ഇത് 2 മാർക്കിന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നാലാമത്തെ വിച്ച് ഡിസിഷൻ ഓഫ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഡിറ്റർമൈൻസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ടു ബി റിറ്റേൺഡ് ഇൻ ദി ബിസിനസ്. എക്സ്പ്ലെയിൻ എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ് ഡിസിഷൻസ്. അതായത് പ്രോഫിറ്റ് ബിസിനസ്സിൽ റീറ്റെയിൻ ചെയ്യണമെന്ന് ഏത് ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ് ഡിസൈഡ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ വന്നത് ഡിവിഡൻഡ് ഡിസിഷൻ. അതിൻ്റെ എക്സ്പ്ലെയിൻ എനി 2 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദിസ് ഡിസിഷൻ എന്നും കൂടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ എമൗണ്ട് ഓഫ് ഏണിങ്സ്, സ്റ്റെബിലിറ്റി ഓഫ് ഏണിങ്സ്, ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്, ക്യാഷ് ഫ്ലോ പൊസിഷൻ, അങ്ങനെ തന്നെ നോട്ട് ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, അത് നോക്കിയിട്ട് പഠിക്കേണ്ടതാണ്. ഡിവിഡൻഡ് ഡിസിഷനാണ് അതിൻ്റെ ആൻസർ വന്നത്. ക്വസ്റ്റ്യന് 3 മാർക്കായിരുന്നു. 2019 സേ എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. അഞ്ചാമത് ഡിസിഷൻ റിഗാർഡിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ലോങ് ടൈം അസറ്റ്സ് ആർ കോൾഡ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ. ഡിസ്ക്രൈബ് എനി 3 ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് സച്ച് ഡിസിഷൻസ് ടു ബി ടേക്കൺ ബൈ എ ഫിനാൻസ് മാനേജർ. അതായത് ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു 3 മാർക്കിനാണ് ചോദിച്ചിരുന്നത്. 2020 സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇത് ടെക്സ്റ്റിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ റിക്വയർമെൻറ്റ് ഓഫ് ഫിക്സഡ് ക്യാപിറ്റൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്, അതിൻ്റെ അണ്ടറിൽ വരുന്ന പോയിൻറ്റ്സ് ആണ് ഇതിൽ എഴുതേണ്ടത്. നേച്ചർ ഓഫ് ബിസിനസ്, സ്കെയിൽ ഓഫ് ഓപ്പറേഷൻസ്, ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ എക്സെട്ര. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്ക്രൈബ് ദ ടേം ട്രേഡിംഗ് ഓൺ ഇക്വിറ്റി. അത് ചോദിച്ചിരിക്കുന്നത് 2020 സേലാണ്. 3 മാർക്കായിരുന്നു ഈ ക്വസ്റ്റ്യന് വന്നിരുന്നത്. ഏഴാമത്തെ വാട്ട് ഈസ് ഫിനാൻഷ്യൽ പ്ലാനിംഗ്, ലിസ്റ്റ് ഔട്ട് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്. ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്താണെന്നും അതിൻ്റെ ഒബ്ജക്റ്റീവും കഴിഞ്ഞ വർഷത്തെ സേ എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. 3 മാർക്കായിരുന്നു അതിന് വന്നത്. 3 മാർക്കാണ് അതിന് വന്നിരുന്നത്. എട്ടാമത് മെൻഷൻ എനി 2 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ടേക്കൺ ബൈ ഫിനാൻസ് മാനേജ്മെൻറ്റ്. ഫിനാൻസ് മാനേജ്മെൻറ്റ് എടുക്കേണ്ട 2 ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ഏതൊക്കെയാണെന്നാണ്. അത് 4 മാർക്കിന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 2021 ആ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. ഒമ്പതാമത്തെ വാട്ട് ഈസ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്, ലിസ്റ്റ് ഔട്ട് ദി 3 ബ്രോഡ് ഡിസിഷൻസ് കൺസേൺഡ് വിത്ത് ഫിനാൻസ് ഫംഗ്ഷൻ. ഒമ്പതാമത്തെ 2023 4 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പത്താമത്തെ വാട്ട് യു മീൻ ബൈ വർക്കിംഗ് ക്യാപിറ്റൽ, ലിസ്റ്റ് ഔട്ട് എനി 4 ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കിംഗ് ക്യാപിറ്റൽ. ഇത് 2023 ചോദിച്ചതാണ്. 5 മാർക്കായിരുന്നു ഈ ക്വസ്റ്റ്യന് വന്നിരുന്നത്. 11ാമത് എക്സ്പ്ലെയിൻ 5 ഫാക്ടേഴ്സ് വിച്ച് അഫക്റ്റ് ഇൻ ദി വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്സ് ഓഫ് എ ബിസിനസ്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിനായിരുന്നു ഇത് വന്നിരുന്നത്. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ 2023 ചോദിച്ചിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. 12 റൈറ്റ് ഷോർട്ട് നോട്ട്സ്, ഡിവിഡൻഡ് ഡിസിഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ 3 കുറിച്ച് ഒരു നോട്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ 2022 വന്നതാണ്. 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ ഓരോന്നിനും 2 മാർക്ക് വെച്ചിട്ടായിരുന്നു ഈ ക്വസ്റ്റ്യന് കിട്ടുന്നത്. ഈ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിൽ നിന്നും വന്നിരുന്ന ഒരു എസ്സേ ആണ്. 2019 20 8 മാർക്കിന് എസ്സേ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ദിസ് കോൺസെപ്റ്റ് റെഫേഴ്സ് ടു ദി മിക്സ് ബിറ്റ്വീൻ ഓണേഴ്സ് ഫണ്ട് ആൻഡ് ബോറോഡ് ഫണ്ട്സ് ഇൻ ദി ക്യാപിറ്റലൈസേഷൻ. ഐഡൻറ്റിഫൈ ഇറ്റ്. ബോറോഡ് ഫണ്ട്സും ഓണേഴ്സ് ഫണ്ടും വരുന്ന ക്യാപിറ്റലൈസ് ചെയ്ത് മിക്സ് ചെയ്ത് വരുന്നത് ഏത് കോൺസെപ്റ്റിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ ഐഡൻറ്റിഫൈ ഇറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ. അത് കഴിഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ വേരിയസ് ഫാക്ടേഴ്സ് ദാറ്റ് അഫക്റ്റ് ഇറ്റ് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ സ്ട്രക്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന വേരിയസ് ഫാക്ടേഴ്സിനെ കുറിച്ച് എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നതാണ്. അപ്പോൾ ഇതും നന്നായി പഠിച്ചു വെക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.